ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ഫാമിലി കാറ്റഗീസം അവറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് പുണ്യവാന്മാരുടെ ഐക്യം എന്നതിനെക്കുറിച്ചാണ്. സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ, ജപമാലയുടെ ആരംഭത്തിൽ ചെല്ലുമ്പോൾ, പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ പുണ്യവാന്മാരുടെ ഐക്യം? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സഭയെക്കുറിച്ച് ആദ്യം കുറച്ച് മനസ്സിലാക്കും. സഭ എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ മൗലിക ശരീരമാണ്. ഈശോ ശിരസും ശരീരം സഭയുമാണ്. പൗലോസ് ശ്ലീഹായോട് ഈശോ പറയുന്നുണ്ടല്ലോ, സാവൂളിനോട്, നീ പീഡിപ്പിക്കുന്ന ഈശോയാകും ഞാൻ. പൗലോസ് പീഡിപ്പിക്കുന്ന ഈശോയെ അല്ല, മറിച്ച് സഭയിലെ ജ്ഞാനസ്നാനം മാമോദിസ സ്വീകരിച്ച വിശ്വാസികളെയാണ്. അപ്പോൾ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, നീ പീഡിപ്പിച്ച ഈശോയാണ് ഞാൻ. അങ്ങനെ ഈശോയും സഭയും അഗാധമായ വേർപെടുത്താനാവാത്ത ബന്ധത്തിലാണ്. സഭയെ നമുക്ക് 3 തലങ്ങളിൽ മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകതകളോടും ബലഹീനതകളോടും അതുപോലെ തിന്മയുടെ ശക്തികളോടും എല്ലാം പോരാടി നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മാമോദിസ സ്വീകരിച്ച ഈശോയിൽ വിശ്വസിക്കുന്ന സഭാംഗങ്ങളെയാണ് സമരസഭ എന്ന് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്തേത് സഹനസഭയാണ്. ഈ ജീവിതത്തിൽ തിന്മയായിട്ടുള്ള പോരാട്ടത്തിൽ കുറവുകളൊക്കെ പറ്റി ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ച മനുഷ്യരാണ് സഹനസഭ അഥവാ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾ. മൂന്നാമത്തേത് വിജയസഭയാണ്. അതായത് ഈശോയോടുള്ള ഏറ്റവും പരിപൂർണമായ ഐക്യത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ നിന്നും വിശുദ്ധിയോടെ കടന്നുപോയി സ്വർഗത്തിൽ ജീവിക്കുന്നവർ. ഇനി 3 അവസ്ഥകളിൽ ഉള്ളത് 3 സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ 3 എങ്കിലും അവർ തമ്മിൽ ആത്മീയമായ അഭേദ്യമായ ഒരു ഐക്യമുണ്ട്. ഇത് തന്നെയാണ് ഈശോയുടെ മൗലിക ശരീരത്തിൻ്റെ ഐക്യമെന്ന് പറയുന്നത്. അതായത് ഒരു പുണ്യാത്മാവിൻ്റെ പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തനവുമെല്ലാം പാപിയായ മറ്റൊരു വിശ്വാസിയുടെ നന്മയ്ക്ക് കാരണമാകും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാറുണ്ട്, പരിത്യാഗം എടുക്കാറുണ്ട്. ഇങ്ങനെയല്ല. ഇങ്ങനെ ഈ പുണ്യവാന്മാരുടെ ഐക്യത്തെ നിക്ഷേപം എന്നാണ് സഭ വിളിക്കുന്നത്. ഈ നിക്ഷേപം എന്തെന്ന് വെച്ചാൽ അത് ഈശോ മിശിഹായുടെ ജീവൻ നൽകിയ വില തന്നെയാണ്. ഏറ്റവും അടിസ്ഥാനപരമായത് ഈശോ കുരിശിൽ മരിച്ചുകൊണ്ട് നമുക്ക് രക്ഷ നൽകിയ ആ രക്ഷയാണ് ഏറ്റവും വലിയ വില. ഇതിനോടൊപ്പം തന്നെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധാത്മാക്കളുടെയും ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുന്ന അനേകായിരം വിശുദ്ധരായ ക്രൈസ്തവരുടെയും എല്ലാം നന്മകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട് പാപികളായ ആവശ്യമുള്ള മനുഷ്യർക്ക് നൽകുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് എപ്പോഴും നമ്മൾ പുണ്യവാന്മാരുടെ ഐക്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതൊരു ആത്മീയ തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എൻ്റെ പ്രാർത്ഥന, എൻ്റെ പരിത്യാഗ പ്രവർത്തനം പാപിയായ മറ്റൊരു മനുഷ്യൻ്റെ നന്മയ്ക്ക്, അവൻ്റെ മാനസാന്തരത്തിന് കാരണമാകും. ഈ ഒരു കാര്യത്തിലാണ് അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പരിത്യാഗ പ്രവർത്തനങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ പാപികളുടെ മാനസാന്തരത്തിനായിട്ട് ത്യാഗങ്ങൾ എടുക്കുന്നു. ഈശോയെ മറ്റുള്ളവരെ അവഹേളിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിത്യാഗം എടുക്കുന്നു. ഇതെല്ലാം ഈ ഒരു പുണ്യവാന്മാരുടെ ഐക്യത്തിലാണെന്ന് എപ്പോഴും മനസ്സിലാക്കുന്നത്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ, എപ്പോഴും ഓർത്തേക്കുക, ഈശോയിൽ നവീകരിക്കപ്പെടുന്ന ഓരോ മനുഷ്യനും വിശുദ്ധനാണ്. പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നതാണ്, എല്ലാ ക്രൈസ്തവരെയും വിശുദ്ധരെന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ത്യാഗത്തിന് വിലയുണ്ട് എന്നുള്ളതും തമ്പുരാന്റെ സന്നിധിയിൽ അത് ആരുടെയെങ്കിലുമൊക്കെ നന്മയ്ക്ക് അല്ലെങ്കിൽ മാനസാന്തരത്തിന് കാരണമാകുമെന്ന് ഉറച്ച് വിശ്വസിക്കാം. നമ്മുടെ കുഞ്ഞു ത്യാഗപ്രവർത്തികൾക്ക് പോലും ദൈവത്തിന് മുന്നിൽ വിലയുണ്ട് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.